പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS അക്കാഡമിയിലേക്ക് സ്വാഗതം. ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത്. ഏറ്റവും പറ്റിയൊരു അവസരമാണ് 7 ഡിസ്ട്രിക്റ്റിൽ വസിക്കുന്നവർക്ക്, അതായത് എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരത്ത് വസിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു അവസരമാണിത്. ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സാണ്. മാക്സിമം ക്വാളിഫിക്കേഷൻ +2 60% മാർക്ക്. വിവിധ ട്രേഡ്സിലേക്കാണ് ഇപ്പോൾ റാലി നടക്കാൻ പോകുന്നത്. കൂടാതെ ഇതിൻ്റെ മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ 17 വയസ്സാണ്. മാക്സിമം ഏജ് 23 വയസ്സ് വരെ. സൈറ്റിലേക്ക് കയറി, ആർമിയുടെ വെബ്സൈറ്റിൽ കയറി ഉടനെ തന്നെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രജിസ്ട്രേഷൻ അവസാന തീയതി 4th ഡിസംബറാണ്. അതുകൊണ്ട് സമയം കളയണ്ട. അതേപോലെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം വീണ്ടും വരുന്ന പല നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി കേരളത്തിൽ നടക്കാൻ പോകുന്നത് 7 ജില്ലകളിൽ ഉള്ളവർക്കാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ വസിക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2020 ഒക്ടോബർ 21 മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. 2020 ഡിസംബർ 4-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ റാലി നടക്കാൻ പോകുന്ന ദിവസം 2020 മാർച്ച് 31 വരെയുണ്ട്. അതായത് ഡിസംബർ 1-ാം തീയതി മുതൽ റാലി ആരംഭിക്കും. കൃത്യമായ ഡേറ്റ് COVID-19 മൂലം എടുത്തു പറഞ്ഞിട്ടില്ല. നടക്കാൻ പോകുന്ന സ്ഥലം കൊളച്ചൽ സ്റ്റേഡിയം, പാങ്കോട് മിലിറ്ററി സ്റ്റേഷൻ, ട്രിവാൻഡ്രത്തായിരിക്കും. ഇനി ഏതെല്ലാം ട്രേഡ്സുകളിലാണ് ഇത് നടക്കാൻ പോകുന്നത്? സോൾജിയർ ജനറൽ ഡ്യൂട്ടി, സോൾജിയർ ടെക്നിക്കൽ, ഏവിയേഷൻ അമ്യൂണിഷൻ എക്സാമിനർ, സോൾജിയർ ട്രേഡ്സ്മാൻ 10th പാസ്, സോൾജിയർ ട്രേഡ്സ്മാൻ 8th പാസ്, സോൾജിയർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി. ഇത്രയും ട്രേഡ്സുകളിലേക്കാണ് ഇപ്പോൾ റാലി നടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. സോൾജിയർ ജനറൽ ഡ്യൂട്ടി ഓൾ ആംസ്, ഇതിൽ വയസ്സ് 17 മുതൽ 21 വയസ്സ് വരെയാണ്. ബാക്കിയുള്ള എല്ലാ ട്രേഡ്സിലേക്കും വയസ്സ് 17 മുതൽ 23 വയസ്സ് വരെയുണ്ട്. ഇവിടെ മാത്രമാണ് വയസ്സ് 21 വരെ. ഡേറ്റ് ഓഫ് ബർത്ത് 99 ഒക്ടോബർ 1-ാം തീയതി മുതൽ, ആ ഡേറ്റ് മുതൽ 2003 ഏപ്രിൽ 1-ാം തീയതി വരെയുള്ള എല്ലാവർക്കും അതിൽ അപ്ലൈ ചെയ്യാം. ഹൈറ്റ് 166 സെൻറ്റിമീറ്റർ വേണം. വെയ്റ്റ് മിനിമം 50 കിലോ. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ ആണ് അളക്കുമ്പോൾ വേണ്ടത്. അത് വികസിപ്പിക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ മെട്രിക് 45% നിർബന്ധമാണ്. ഇതിൽ ഓരോ വിഷയത്തിനും 33% മാർക്ക് ഉണ്ടായിരിക്കണം. CBC ആണെങ്കിൽ D ഗ്രേഡ് വേണം. സോൾജിയർ ടെക്നിക്കൽ, ഇവിടെ ഏജ് 17 മുതൽ 23 വയസ്സ് വരെ. ഇനി വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഏജ്, എല്ലാ ട്രേഡ്സിനും വയസ്സ് 17 മുതൽ 23 വയസ്സ് വരെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 1 ഒക്ടോബർ 97 മുതൽ 1 ഏപ്രിൽ 2003 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആ ഡേറ്റിലും, അതായത് 1 ഒക്ടോബർ എന്ന ഡേറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അതേമാതിരി 1 ഏപ്രിൽ 2003 ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഹൈറ്റ് 165, വെയ്റ്റ് 50, ചെസ്റ്റ് 77. ഇവിടെ ക്വാളിഫിക്കേഷൻ 10+2 വിദ്യാഭ്യാസമാണ് വേണ്ടത്. സബ്ജക്റ്റ് സയൻസ് ആയിരിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് നിർബന്ധമാണ്. പാസ് മാർക്ക് 50% വേണം, നിർബന്ധമാണ്. അതേമാതിരി ഏറ്റവും കുറഞ്ഞത് എല്ലാ വിഷയത്തിനും 40% മാർക്ക് നിർബന്ധമാണ്. സോൾജിയർ ടെക്നിക്കൽ, ഇവിടെയും ബാക്കി ഫിസിക്കൽ എല്ലാം സെയിം തന്നെ. വയസ്സും ഡേറ്റ് ഓഫ് ബർത്തും ഹൈറ്റ്, വെയ്റ്റ് എല്ലാം സെയിം. ഇവിടെ +2 ക്വാളിഫിക്കേഷൻ കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ആണ് വേണ്ടതും. 50% മാർക്ക് മിനിമം വേണം.
40% ഓരോ വിഷയത്തിനും ഇവിടെയും നിർബന്ധമാണ്. സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ്. ഇവിടെ ക്വാളിഫിക്കേഷന് മാറ്റമുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെ. ക്വാളിഫിക്കേഷൻ 10th പാസ് മതി. ഇതിന് പ്രത്യേകിച്ച് ഇത്ര ശതമാനം വേണം എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ വിഷയത്തിനും 33% മാർക്ക് ഉണ്ടായിരിക്കണം. സോൾജർ ട്രേഡ്സ്മാൻ 8th പാസ്. 8ാം ക്ലാസ്സാണ് ഇവിടെ മിനിമം യോഗ്യത. സോൾജർ ട്രേഡ്സ്മാൻ, മെസ് കീപ്പർ, ഹൗസ് കീപ്പറിന് വേണ്ടിയുള്ള വേക്കൻസിയാണ്. ഇവിടെ ക്ലാസ് 8ാം ക്ലാസ് പാസ്സായിരിക്കണം. പക്ഷേ എടുത്തു പറയുന്നില്ല ഇത്ര % മാർക്ക് വേണമെന്ന്. പക്ഷേ ഓരോ വിഷയത്തിനും 33% മാർക്ക് നിർബന്ധമാണ്. സോൾജർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഓൾ ആംസ്. ഇവിടെയും ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് ഒന്നിനും മാറ്റമില്ല. ക്വാളിഫിക്കേഷനിൽ മാറ്റമുണ്ട്. 10+2. അത് ഏത് വിഷയമായാലും കുഴപ്പമില്ല. ആർട്സ് ആയിക്കോട്ടെ, കോമേഴ്സ്, സയൻസ് ഒന്നും പ്രശ്നമില്ല. പക്ഷേ 60% മാർക്ക് ഇവിടെ നിർബന്ധമാണ്. 50% ഓരോ വിഷയത്തിനും കിട്ടിയിരിക്കണം. സോൾജർ ടെക് നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയ്റ്റ് ഒന്നിനും മാറ്റമില്ല. ക്വാളിഫിക്കേഷനിൽ ഇവിടെ മാറ്റമുണ്ട്. 10+2. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ആണ് വേണ്ടത്. 50% മിനിമം മാർക്ക് വേണം. കൂടാതെ 40% ഓരോ വിഷയത്തിനും വേണം. ഇനി ബയോളജി, സുവോളജിയും കുഴപ്പമില്ല. ഇവിടെയും ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ് എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. പ്രധാനമായിട്ടും ഇവിടെ ബോട്ടണി, സുവോളജി അല്ലെങ്കിൽ ബോട്ടണി, ബയോളജി ഇതൊക്കെയാണ് നോക്കുന്നത്. ഇത് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്ററിനറിയിലേക്കുള്ള ആയതുകൊണ്ടാണ് ഇവിടെ ബയോളജിക്കും അല്ലെങ്കിൽ ബോട്ടണി, സുവോളജിക്കും നിർബന്ധം. ഇനി അപ്ലൈ ചെയ്തതിന് ശേഷം റാലിക്ക് പോകുമ്പോൾ വേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 1.6 കിലോമീറ്റർ ഓടിക്കും. 5 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് എത്താൻ പറ്റണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 60 മാർക്ക് കിട്ടും. ഇനി എത്തിയില്ല, 5 മിനിറ്റ് 45 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 48 മാർക്ക് കിട്ടും. ഇനി അതിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഔട്ടാക്കും. അപ്പം മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ഓട്ടം 1.6 കിലോമീറ്റർ, കൂടാതെ പുള്ളപ്സ്. ഏതെങ്കിലും ബാറിൽ നമ്മൾ പുള്ളപ്പ് ചെയ്യാൻ പറ്റണം. ഗ്രൗണ്ട് പുള്ളപ്പല്ല, നമ്മൾ ബാറിലുള്ള പുള്ളപ്പാണ്. മിനിമം നമുക്ക് 10 എണ്ണം ചെയ്യാൻ പറ്റണം. 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 40 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 60 മാർക്ക് ഓട്ടത്തിനും 40 മാർക്ക് പുള്ളപ്സിനും. ഇനി പുള്ളപ്സ് നമുക്ക് 9 എണ്ണം കിട്ടിയുള്ളൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ 33 മാർക്ക് കിട്ടും. 8 എണ്ണമാണെങ്കിൽ 27 മാർക്ക്, 7 എണ്ണമാണെങ്കിൽ 21 മാർക്ക്, 6 എണ്ണമാണെങ്കിൽ 16 കിട്ടും. ഇനി 6ൽ താഴെ ആണെങ്കിൽ നമുക്ക് കിട്ടില്ല, ഔട്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ നിർബന്ധമാണ്. ഈ 2 ഫിറ്റ്നസ് കൂടാതെ 9 അടിയുടെ കുഴി നമ്മൾ ചാടിക്കിടക്കണം. പക്ഷേ ഇവിടെ അതിന് പ്രത്യേകിച്ച് മാർക്കില്ല. കൂടാതെ സിഗ്സാഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഒരു തടിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റണം. അത് നമ്മുടെ ബോഡി ബാലൻസിനാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെയും പ്രത്യേകിച്ച് മാർക്കില്ല. അപ്പോൾ റാലിക്ക് പോകുന്നവർ ഫസ്റ്റ് തന്നെ ഓടി 1.6 കിലോമീറ്റർ നമുക്ക് 5 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഓടാൻ പറ്റുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഫിസിക്കൽ ഫിറ്റ്നസിന് ശേഷം വരുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ്. റാലി സൈറ്റിൽ ആർമിയുടെ റൂൾ പ്രകാരമുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ആയിരിക്കുള്ളൂ. അഥവാ ടെമ്പററി നമ്മൾ അൺഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം തരുന്നുണ്ട്. നമുക്ക് വീണ്ടും അത് ക്ലിയർ ചെയ്യാം. അതിനവർ കമാൻഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബേസ് ഹോസ്പിറ്റലിൽ പറഞ്ഞേക്കും. പിന്നെ കൂടാതെ വരുന്ന ഒന്നാണ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ 3 ഘട്ടങ്ങളിലാണ്. ഒന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രണ്ടാമത് മെഡിക്കൽ ടെസ്റ്റ്, മൂന്നാമത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് ഒരു സാധാരണ എക്സാമാണ്, അധികം ടഫല്ല. മിക്കവാറും ചോദ്യങ്ങൾ കേരളമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് വരുന്നത് നാഷണലായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ചെറിയ ലെവലിൽ മാത്തമാറ്റിക്സ് ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ടെസ്റ്റാണ്. എങ്കിൽ പോലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നല്ലതാണ്. കാരണം കോമ്പറ്റീഷൻസ് ഉണ്ട്. കോമ്പറ്റീഷൻസിൽ ടോപ്പ് ആകുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റാലിയിൽ പോകുമ്പോൾ നമ്മൾ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡ് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ്
ഡൗൺലോഡ് ചെയ്യാനുള്ള സമയമുണ്ടാകും. ആ സമയത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലേസർ പ്രിൻ്റർ ആയിരിക്കണം പ്രിൻ്റ് എടുക്കേണ്ടത്. നല്ല ക്വാളിറ്റി പേപ്പർ നമ്മൾ മടക്കി ചുളുക്കിയൊന്നും കൊണ്ടുപോകരുത്. നല്ല പ്ലെയിനായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കൂടെ അറ്റസ്റ്റ് ചെയ്യാത്ത 2 പാസ്പോർട്ട് കളർ ഫോട്ടോസ് കയ്യിൽ വേണം. അതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോസ്. കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടോ ഫോട്ടോഷോപ്പ്ഡ് ഫോട്ടോഗ്രാഫ്സോ അവിടെ അനുവദനീയമല്ല. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒറിജിനൽ ആയിരിക്കണം. കൂടാതെ ഓൺലൈൻ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സർട്ടിഫൈ ചെയ്തിരിക്കണം, നമ്മൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. കൂടാതെ നമുക്ക് സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്, അതും കൗണ്ടർ സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. അത് സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും. കൂടാതെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. തഹസിൽദാർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ്. ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. തഹസിൽദാർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സൈൻ ചെയ്യും. കൂടാതെ റിലീജിയൻ സർട്ടിഫിക്കറ്റ്, റിലീജിയൻ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും തഹസിൽദാറിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കൂടാതെ സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിട്ടുള്ളത് വില്ലേജ് സർപഞ്ച് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വേണം. 6 മാസത്തിൽ കുറയാതെ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകണം. അതിൽ ഫോട്ടോഗ്രാഫ് നിർബന്ധമാണ്. 21 വയസ്സ് താഴെയുള്ളവർക്ക് അൺമാരിഡ് സർട്ടിഫിക്കറ്റും കയ്യിൽ വേണം വിത്ത് ഫോട്ടോഗ്രാഫ് സൈൻ ചെയ്ത് വില്ലേജ് സർപഞ്ച് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എൻ്റെ സർട്ടിഫിക്കറ്റും ഇവിടെ നിർബന്ധമാണ്. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇത് പ്രധാനമായിട്ടും വേണ്ടത് എക്സ് സർവീസ്മെൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ വാർ വിഡോസിൻ്റെ കുട്ടികൾക്കാണ്. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് മറ്റുള്ളവർക്ക് ബാധകമല്ല. സ്പോർട്സ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നാഷണൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ അത്യാവശ്യമാണ്. അവസാനമായിട്ട് അഫിഡവിറ്റ് വേണം, ഇത് നിർബന്ധമാണ്. ഇത് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി പങ്കെടുക്കുന്നവർ 10 രൂപയുടെ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇതിൻ്റെ ഫോർമാറ്റ് വെബ്സൈറ്റിലുണ്ട്. അതായത് PDF ഫയൽ, ഇതിൻ്റെ PDF ഫയൽ വെബ്സൈറ്റിൽ കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോർമാറ്റ് കിട്ടുന്നുണ്ട്. ആ ഫോർമാറ്റിൽ നമ്മൾ നോട്ടറിയുടെ സൈൻ വാങ്ങിച്ചിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കവിടെ ബോണസ് മാർക്ക് ഉള്ളവർ, അതായത് NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്കുണ്ട്, സ്പോർട്സുകാർക്ക് ബോണസ് മാർക്കുണ്ട്, അതുപോലെ എക്സ് സർവീസ്മെന് ആ മാർക്ക് സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൂടാതെ സിംഗിൾ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇത് പ്രധാനമായിട്ടും ജോബ് കിട്ടും എന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതെല്ലാം നമ്മളോട് സബ്മിറ്റ് ചെയ്യണം. അക്കൗണ്ട് നമ്പർ, പാൻ കാർഡ്, ആധാർ കാർഡ്. അത് തുടക്കത്തിലല്ല, അവസാനം നമുക്ക് ജോബ് കൺഫേം ആകുമ്പോൾ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ആണ് ഇത് ആവശ്യപ്പെടുക. റാലിയിൽ പോകുമ്പോൾ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളവും ഭക്ഷണം നമ്മൾ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപക്ഷെ നമുക്ക് റാലിയിൽ പോയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് രാവിലെ തുടങ്ങിയില്ല, ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കഴിക്കാം. അതുകൊണ്ട് കയ്യിൽ ഭക്ഷണം എടുക്കണം. അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും വേണം. കയ്യിൽ അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഒരിക്കലും റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ആർമി റിക്രൂട്ട്മെൻറ്റ് ടോട്ടൽ ഫ്രീ ആണ്. ഇവിടെ ഒരു സ്ഥലത്തും പേയ്മെൻ്റ് ഇല്ല, അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ടോട്ടൽ ഫ്രീ ആണിത്. ആരെങ്കിലും പൈസ ആയിട്ട് ചോദിച്ചാൽ കൺഫേം ചെയ്യാം, അങ്ങനെ ഒന്നും ഇല്ല. ഇറ്റ്സ് എ ഫ്രീ സർവീസ്. ഏജ് ആൻഡ് എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. 17 വയസ്സ് മുതലാണ് 23 വയസ്സ് വരെ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. 21 വയസ്സ് വരെ. അപ്പോൾ 23 വയസ്സ് കഴിഞ്ഞവർ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അൺഫെയർ മീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും പൈസ ചോദിച്ചുകൊണ്ട് വന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒന്നും നടക്കില്ല. 100% ടോട്ടൽ സ്ട്രിക്റ്റോട് കൂടിയായിരിക്കുള്ളൂ. ഒരു രീതിയിലും അവിടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കഴിവില്ലാതെ കിട്ടുകയില്ല. അതുകൊണ്ട് വേറൊരു തരത്തിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ ഫോട്ടോ കോപ്പി എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും 3 സെറ്റ് കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിന് ആർമിക്ക് ഉത്തരവാദിത്തമില്ല, ഒരു കോമ്പൻസേഷനും ഉണ്ടായിരിക്കുകയില്ല. ഡ്രഗ്സ്, യൂസ് ഓഫ് ഡ്രഗ്സ്, ഇവിടെ ഡ്രഗ്സ് അനുവദനീയമല്ല. ഓടാനോ അല്ലെങ്കിൽ നമുക്ക് ഡ്രഗ്സ് കഴിച്ചിട്ട് പോയി എന്ന് കരുതി
പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് 100% അത് ഒഫൻസാണ്, ആക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഒരു തരത്തിലും ഡ്രഗ്സ് കഴിക്കരുത്. ടാറ്റു, കയ്യിൽ പച്ചകുത്ത്, ഇത് ശ്രദ്ധിക്കുക. ബോഡിയിലൊക്കെ എവിടെയെങ്കിലും പച്ചകുത്ത് ഉണ്ടെങ്കിൽ അലൗഡല്ലത്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് ഓതറൈസ്ഡ് ഉള്ളൂ. അത് കയ്യിൻ്റെ ചില ഭാഗങ്ങൾ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയാണെന്ന്. മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ചസും ഒട്ടും അലൗഡല്ല. സെൽഫ് മെഡിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിപ്പാദം ഫ്ലാറ്റ് ഫുട്ട് ആണെങ്കിൽ നമുക്ക് റാലിയിൽ അലൗഡല്ല, മീൻസ് പാസ്, മെഡിക്കലി നമ്മൾ അൺഫിറ്റ് ആവും. കൂടാതെ മുട്ട് കൂട്ടിമുട്ടുകയാണെങ്കിലും, നിന്ന് കഴിയുമ്പോൾ മുട്ട് കൂട്ടിമുട്ടുകയാണെങ്കിലും അതും മെഡിക്കലി അൺഫിറ്റാണ്. ഐ പ്രോബ്ലംസ്, വിഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് മെഡിക്കലി അൺഫിറ്റാണ്. കൂടാതെ നമുക്ക് വാക്സ്, ഇയർ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് പോകണം, നല്ലതാണത്. കാരണം മെഡിക്കലി അവിടെ നമുക്ക് പ്രോബ്ലംസ് വരില്ല. പിന്നെ സ്റ്റേ, അറേഞ്ച്മെൻറ്റ്സ് ഫോർ സ്റ്റേ, അതിനുവേണ്ടി ശ്രമിക്കുക. കാരണം ഒരു പക്ഷേ നമുക്ക് 2-3 ദിവസം നിൽക്കേണ്ടി വന്നാൽ, അപ്പോൾ അതുകൊണ്ട് സ്റ്റേ, താമസിക്കാൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ആയിട്ട് പോകാൻ ശ്രമിക്കുക. എക്സാം ഉണ്ടെങ്കിൽ എക്സാമിന്, കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പോകുമ്പോൾ. കൂടുതലായിട്ട് അറിയണമെങ്കിൽ join indianarmy.nic.in PDF ഫയൽ ഉണ്ട്. ആ PDF ഫയൽ പ്രകാരം നമുക്ക് ചെക്ക് ചെയ്യാം കംപ്ലീറ്റ് കാര്യങ്ങൾ. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 4 തീയതി വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്പറിൽ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഭംഗി. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിക്കൂ. ഉറപ്പായിട്ട് നമുക്ക് റാലിയിൽ വിജയിക്കാൻ സാധിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.